പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 184 വചനത്തിൽ നോമ്പിൻ്റെ ആയത്തുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന ഭാഗം വിശദീകരിക്കവേ ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് വിശദീകരിച്ചത്. അവരുടെ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ തെളിവുകളും. ഇനി നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടില്ല. ഈ ആയത്ത് മൻസൂഖത്ത് അല്ല, ഇത് മുഹ്കമത്താണ്, വിധി പ്രാബല്യത്തിലുള്ള വചനമാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൽ സുപ്രധാനി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ പാരായണത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നതിൽ വഅലല്ലദീന യുതവ്വഖൂനഹു ഫലാ യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്, പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ വഅലല്ലദീന യുതവ്വഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസം പേറി നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, ഫലാ യുതീഖൂനഹു, അങ്ങനെയായാൽ അവർക്ക് പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഫിദിയയായി നൽകിയാൽ മതിയാകും. ഇങ്ങനെ ഓതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലൈസത്ത് ബിമൻസൂഖത്തിൻ, ഈ ആയത്തൊരിക്കലും മൻസൂഖത്തല്ല, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമല്ല. പിന്നെ ഈ ആയത്തിൽ പറയുന്ന വഅലല്ലദീന യുതീഖൂനഹു, അവർ ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറത്തു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ്, വയോധികന്മാരാണ്. ലാ യസ്തതിആനി അൻ യസൂമ, അവർക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുകയില്ല. ഫയുത്ഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീനൻ, അതിനാൽ തന്നെ അവർ ഓരോ നോമ്പിൻ്റെ സ്ഥാനത്തും ഒരു സാധുവിന്, മിസ്കീന് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. മിസ്കീനൻ വാഹിദൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിൻ്റെ സ്ഥാനത്ത്. അദ്ദേഹം ആയത്തിൻ്റെ ബാക്കി ഭാഗം ഓതി ഫമൻ തതവ്വഅ ഖൈറൻ, ഇനി മറ്റൊരു മിസ്കീന് തആമു മിസ്കീൻ ആഖർ, മറ്റൊരു മിസ്കീന് കൂടി ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, അതാണ് ഇവിടെ ഫമൻ തതവ്വഅ ഖൈറൻ എന്നതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത്. ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അത്തരക്കാർക്ക് ഉത്തമം. വ അൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫലാ യുറഖസു ഫീ ഹാദാ ഇല്ലാ ലില്ലദീ ലാ യുതീഖു സിയാമ ഔ മരീദിൻ ലാ യുഷ്ഫ, നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകപ്പെടാത്തത് നോമ്പിന് സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ, ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരി മറ്റും നിവേദനം ചെയ്യുന്ന ഒരു നിവേദനമാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ്. ആയത്ത് മൻസൂഖത്തല്ല, പിന്നെയോ ആയത്ത് മുഹ്കമത്താണ്. അപ്പോൾ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധജനങ്ങളാണ് ഉദ്ദേശം, വൃദ്ധരായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് ക്ലേശപ്പെട്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ നോമ്പെടുക്കേണ്ട, അവർ ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഫിദിയയായി നൽകിയാൽ മതി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എൻ്റെ പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിന് നേരെ വിപരീതം. ആയത്ത് അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ആയത്ത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ തുടക്കത്തിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ ക്ലേശപൂർണ്ണമായിരുന്നു, നോമ്പ് ശീലമില്ലാത്തത് കാരണത്താൽ. അതുകൊണ്ട് നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും ഇളവുള്ള നിലക്കായിരുന്നു ഇതിൻ്റെ വിധി. പിന്നീട് ആ വിധി ദുർബലപ്പെടുത്തി ഫമൻ ഷഹിദ മിൻകും മുശ്ശഹ്റ ഫല്യസും, റമദാനിന്
ഷാഹിദാകുന്നവർ, സാക്ഷിയാകുന്നവർ എല്ലാവരും നോമ്പെടുക്കണം എന്നുള്ള വിധി നിർബന്ധമാക്കിയത് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായവും നേരെ വിപരീതം ആയിട്ടാണ് ഉള്ളത്. പക്ഷേ വ്യത്യസ്ത ആശയങ്ങളെയാണിത് പ്രദാനം ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയത്ത് അതിൻ്റെ മൻതൂഖ് നേർവായന തേടുന്നത് എന്താ? വഅലല്ലദീന യുതീഖൂനഹു പ്രയാസപ്പെട്ട് നോമ്പിന് സാധിക്കുന്നവർ, ഫിദിയത്തുൻ തആം മിസ്കീൻ അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാരവിടെ ഇബ്നു അബ്ബാസിനെ പോലെ വൃദ്ധരായ അഷൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ എന്നിവരിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അവർ ഈ വഅലല്ലദീന യുതീഖൂനഹു എന്നതിനെ ബാധകമാക്കി അവർ ഫിദിയ നൽകിയാൽ മതി എന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പിൽക്കാലക്കാർ, ഈ വഅലല്ലദീന യുതീഖൂനഹു എന്ന ഹു എന്നുള്ള ദമീറിനെ, സർവനാമത്തെ പിന്നിലേക്ക് ഫിദിയത്തുൻ തആം മിസ്കീൻ, തആമിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവർ, അവർ ഫിദിയത്തുൻ തആം മിസ്കീൻ, മിസ്കീൻ അന്നം നൽകണം പ്രായശ്ചിത്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ അവർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്ന് ആ നോമ്പ് ഒഴിവാക്കിയ എണ്ണം അവർ നോമ്പെടുക്കൽ ബാധ്യതയാണ്, അവർ വീട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം വഅലല്ലദീന യുതീഖൂനഹു, ഒരു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവരാണ് എങ്കിൽ ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അവർ ഫിദിയ നൽകണം. ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. സാധാരണ ഈ സർവനാമ സ്വരം ദമീർ അത് മുമ്പിലേക്കാണ് മടങ്ങുക, പക്ഷേ ഭാഷയിൽ അത് പിന്നിലേക്ക് മടങ്ങുന്ന വിഷയമുണ്ട്. അതും അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇവിടെ ആ നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. രോഗം കാരണത്താൽ യാത്രയിലായിരിക്കെ നോമ്പ് നോൽക്കാതെ പിന്നീട് നോറ്റി വീട്ടുന്ന ആ ആളുകൾ അവർ മിസ്കീൻ്റെ ഭക്ഷണം സാധിക്കുമെങ്കിൽ നൽകണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതൊരു പ്രബലപ്പെട്ടൊരു അഭിപ്രായമല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം വന്നത് ഞാൻ തഫ്സീറുകൾ വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഇവിടെ നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഫിദിയത്തുൻ എന്ന് പറഞ്ഞതിൽ പറഞ്ഞു ഫിദിയത്ത് പ്രായശ്ചിത്തം, കെഫാറത്ത് എന്നാണ്. കെഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കറിയാം സിത്തിറിനെയാണ് അറിയിക്കുന്നത്, മറക്കുക, മൂടുക എന്നുള്ളത്. മാ യുഗത്തി അൽ ഇസ്ം, തെറ്റിനെ മറക്കുന്നത്, പൊതിയുന്നത് എന്നതാണ് കഫാറത്തിൻ്റെ വിവക്ഷ. ആ അർത്ഥമാണ് നമ്മളിവിടെ നൽകിയത്, പ്രായശ്ചിത്തം എന്ന്. ഫിദിയ, ഇപ്പോൾ ഒരു ബന്ദി ഉണ്ട് എങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ, ആ ബന്ദിയെ മോചിപ്പിക്കാൻ ഫിദിയ നൽകും, മോചനദ്രവ്യം. വഫദൈനാഹു ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞില്ലേ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി അറുക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കബ്ഷിനെ, ആടിനെ അവതരിപ്പിച്ചു. എന്നിട്ട് അതിനെ ഫിദിയയാക്കി, ആടിനെ അറുക്കൽ ഫിദിയയാക്കി. അതിനാണ് വഫദൈന എന്ന് പറഞ്ഞത്. അതിലാണ് ഈ ഫിദിയ. സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബദലുല്ലദീ യതഖല്ലസു ബിഹിൽ മുകല്ലഫു മിൻ മക്റൂഹിൻ തവജ്ജഹിലൈഹി, ഒരു ദാസൻ താൻ അഭിമുഖീകരിച്ച ഒരു അനിഷ്ടം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകുന്നതാണ് ഫിദിയ. ഒരു ദാസൻ താനൊരു അനിഷ്ടത്തിലേക്ക് തിരിഞ്ഞു, അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാൻ, രക്ഷപ്പെടാൻ പകരം നൽകുന്നതെന്തോ അതൊക്കെ ഫിദിയയാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ. ഇവിടെ ഫിദിയ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതിനാൽ അതിന് കൊടുക്കേണ്ട ബദലാണ്, പകരമാണ്. ഖതാദ ഇബ്നു ദഅമ സുദൂസി അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദഅഫ അനസ് ഇബ്നു മാലിക്കിൻ അനിസൗം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സാഹചര്യത്തിൽ നോമ്പെടുക്കാൻ ക്ഷീണിതനായി,
പ്രയാസപ്പെട്ട അവസ്ഥ വന്നു ശാരീരികമായി. അത് ഖബല മൗത്തിഹി ആമൻ എന്നാണ്. അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. അനസ് റളിയല്ലാഹു അൻഹു കുറേ പ്രായം ജീവിച്ചല്ലോ. ആ വർഷം ഫഅഫ്തറ അനസ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഫസന ജഫ്നതൻ മിൻ സരീദിൻ, അദ്ദേഹം ഒരു ജഫ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു തളിക സരീദ് ഉണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും റൊട്ടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്. അറബികൾ പണ്ടേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ജഫ്നയിൽ ഈ സരീദ് ഉണ്ടാക്കിയിട്ട് വദഅ സലാസീന മിസ്കീനൻ, 30 മിസ്കീന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് ഫഅശ്ബഅഹും, അവർക്ക് വയറ് നിറയെ അദ്ദേഹം ഭക്ഷണം ഊട്ടിയെന്നാണ്, തീറ്റിയെന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അദ്ദേഹം നോൽക്കാൻ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കി. വാർദ്ധക്യ സാഹചര്യത്താൽ പിന്നെ അദ്ദേഹം ഒരു വർഷമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 30 മിസ്കീന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകിയെന്നാണ്. അതാണ് ഫിദിയ. ഫുഖഹാക്കൾ ഈ ഫിദിയയുടെ മിഖ്ദാറിൽ അതിൻ്റെ തോത് എത്രയാണ്? ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഒരു മുദ് എന്ന് പറഞ്ഞവരുണ്ട്. താവൂസ് ഇബ്നു കൈസാനെ പോലെ, സഈദ് ഇബ്നു ജുബൈറിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, അബ്ദുറഹ്മാൻ അൽ ഔസാഇയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. സാഉ മിൻ തംർ, ഒരു സാഅ് കാരക്ക, സാഉ മിൻ ഷഈർ, ഒരു സാഅ് ബാർലി, നിസ്ഫ് സാ മിൻ ഹിൻത, അര സാഅ് ഗോതമ്പ്, മുന്തിയ തരം ഗോതമ്പ്. ഇതൊക്കെ അതിൻ്റെ തോതായി പറഞ്ഞവരുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് അതിന് പകരം ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മുദ് ബുറ് ഗോതമ്പ്, അല്ലെങ്കിൽ നിസ്ഫ് സാ മിൻ തംർ, അര സായ് കാരക്ക, അല്ലെങ്കിൽ ബാർലി അര സായ്. ഇതാണ് ഈ ഫിദിയയുടെ മിഖ്ദാർ, തോതെന്ന് പറഞ്ഞവരുണ്ട്. ഫുഖാക്കൾക്കിടയിൽ ഇത് ഫിദിയ ഒരു നോമ്പിന് പകരം അത് എത്ര എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ ഫിഖ്ഹി കിതാബുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞു, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രയോഗവൽക്കരിച്ചത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയിൽ പറയുന്നത് ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ് വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഫമൻ തതവ്വഅ ഖൈറൻ, ഈ ഫ എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയും തദീലിൻ്റെ ഫ, തദീലിൻ്റെ ഫ എന്ന് പറയും. അതുകൊണ്ട് നമ്മളതിനെ എന്നാൽ എന്ന് പറഞ്ഞത്. അഥവാ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ അന്നം ഫിദിയായി നൽകണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മൻ തതവ്വഅ ഖൈറൻ, വല്ലവരും തതവ്വുആയി എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി. തതവ്വു എന്ന് പറഞ്ഞെങ്കിൽ അസ്സഅയു ഫി അൻ യകൂന തഅയ്യൻ ഗൈറ മുക്റഹ് എന്ന് പറയും. മറ്റൊരാളുടെ നിർബന്ധിക്കലില്ലാതെ, ബലപ്രയോഗമോ സമ്മർദ്ദമോ ഇല്ലാതെ സ്വയം സന്നദ്ധനായി, വഴിപ്പെടുന്നവനായി പരിശ്രമിക്കുക. ഒരു നന്മ ചെയ്യാനുള്ള പ്രേരകം സ്വന്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് നന്മ ചെയ്യുക, അതാണ് തതവ്വു. നമ്മളത് മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഇന്ന സ്വഫ വൽ മർവത മിൻ ശാഇരില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. ഏതായാലും എന്നാൽ മൻ തതവ്വഅ, വല്ലവനും സ്വയം സന്നദ്ധനായി ഖൈറൻ, വല്ല ഖൈറിനെയും ചെയ്യുകയായാൽ, മൻ എന്നുള്ളത് അപ്പോൾ ഷർത്തിയ, ചെയ്യുകയായാൽ. ഖൈറൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഖാറ എന്നതിൽ നിന്നാണത് വ്യുൽപ്പന്നമാകുന്നത്. ഖാറ എന്ന് പറഞ്ഞാൽ ഹസുന, ഷെറുഫ എന്ന അർത്ഥത്തിൽ. ഹസുന നന്നായി, ഷെറുഫ ഉത്തമമായി, പോരിശയായി എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക. ഏതായാലും അതിൽ നിന്നാണ്, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ. മൻ തതവ്വഅ ഖൈറൻ, വല്ലവരും സ്വയം സന്നദ്ധനായി, സ്വയമേവ തൽപരനായി ഖൈറിനെ ചെയ്യുകയായാൽ, ഖൈറിനെ കൊണ്ടെത്തിക്കുകയായാൽ. ഖൈറൻ എന്നത് സിഫത്തായിട്ട് തതവ്വുഅൻ ഖൈറൻ, നല്ല സന്നദ്ധ പ്രവർത്തനം, നല്ല ഉത്കൃഷ്ട പ്രവൃത്തി എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൻ ലഹു, ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വന്ന ഫ,
അപ്പോൾ ഹുവ അത് ഖൈറുല്ലഹു അവന് ഏറ്റവും ഖൈറാകുന്നു. അവിടെ ഖൈർ എന്നുള്ളത് ഇസ്മു തഫ്ദീലിൻ്റെ മാനയിൽ അഖിയർ എന്ന അർത്ഥത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടം എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുല്ലഹു അവന് ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. എന്ത്? മൻ തതവ്വഅ ഖൈറൻ. എന്താ ഇവിടെ ഉദ്ദേശം? നമ്മൾ ഇതിനു മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല മുഹ്കമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വൃദ്ധരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. വഅലല്ലദീന യുതീഖൂനഹു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ, ക്ലേശപ്പെട്ടവർക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷേ അവർ നോമ്പെടുക്കാതെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം നൽകുകയാണ് എങ്കിൽ ഫഹുവ ഖൈറുല്ലഹു, അവരുടെ വിഷയത്തിലാണ് ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഭക്ഷണം ഫിദിയയായി നൽകുക എന്നുള്ളത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് അപ്പോൾ പറഞ്ഞത് ഫമൻ തതവ്വഅ ഖൈറൻ, ഇനി വല്ലവരും ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണമല്ല, പിന്നെയോ ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുല്ലഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ തതവ്വഅ ഖൈറൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുക, അതാണ് ഇവിടെ ഉദ്ദേശം. മൻ തതവ്വഅ ഖൈറൻ, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ, ഒപ്പം അഗതികൾക്ക്, അശരണർക്ക്, നിർധനർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഒരാൾ സ്വയം സന്നദ്ധനായി, അതാണ് മൻ തതവ്വഅ, ഒരാൾ സ്വയം സന്നദ്ധനായി, നന്മയിൽ പ്രേരിതനായി, മറ്റൊരാളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഇല്ലാതെ അയാൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുകയായാൽ, അതാണ് മൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുല്ലഹു, അതാണ് അവന് ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഭക്ഷണം എന്താ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആമാണ്, ഭക്ഷണമാണ്. ഒരു മിസ്കീൻ്റെ ഭക്ഷണം എത്ര ഉണ്ടാവും? ഒരു മുദ്ദ്, ചിലർ പറഞ്ഞു അരസാഴ്, ചിലർ പറഞ്ഞു ഒരു സാഴ് കാരക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഒരു സാഴ് ബാർലി എന്നൊക്കെ പറഞ്ഞു. ഈ അളവിൽ നിർബന്ധം എത്രയേ ഉള്ളൂ? തആം മിസ്കീൻ. പക്ഷേ ആ അളവിൽ ഒരാൾ ഏറ്റുകയായാൽ, അത് തതവ്വു ആയിട്ട്, സ്വയം സന്നദ്ധനായിട്ട്, അല്ലെങ്കിൽ പ്രതിഫലത്തിൽ മോഹിച്ച് സ്വന്തം പ്രേരണയാൽ ഒരാൾ ഈ അളവ് കൂട്ടുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ തോത് കൂട്ടുകയായാൽ, അതാണ് ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുല്ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഈ ആയത്തിനെ പറഞ്ഞവരുണ്ട്, വ്യാഖ്യാനിച്ചവരുണ്ട്. ഇവിടെ ഈ ഫഹുവ ഖൈറുല്ലഹു രണ്ട് ഖൈർ വന്നു, ഖൈറൻ എന്ന് വന്നു, ഇവിടെ ഖൈറുൻ എന്ന് വന്നു. ഈ ഖൈർ എന്താ? ഇവിടെ തതവ്വഅ ഖൈറൻ എന്ന് പറഞ്ഞാൽ തതവ്വുഅൻ ഖൈറൻ, ഒന്നിൽ ഖൈറിനെ അല്ലെങ്കിൽ ഖൈറായ സ്വയം സന്നദ്ധ പ്രവർത്തനം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ, അപ്പോൾ അത് ഖൈറുല്ലഹു, അവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഈ തതവ്വു ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു, ഉത്തമമാകുന്നു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, അതവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഖൈറല്ല ഈ പറഞ്ഞ ഖൈർ, പിന്നെയോ ഇത് മറ്റൊരു മഹനീയ ഖൈറാണ്. ആ ഖൈർ ഏതാ? ആ ഖൈർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പാരത്രിക ലോകത്തുള്ള ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്ന്. അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, ഒരു ഖൈറുമില്ല ആഖിറത്തിലെ ഖൈറല്ലാതെ, ഫൻസുറുൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്ന ആ പരിസരത്തേക്കെത്തി. ബനു നജ്ജാർ ഗോത്രക്കാർ അവിടെയായിരുന്നു പാർത്തിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ളൊരു തോട്ടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ മസ്ജിദ് നബവി നിർമ്മിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ നിർമ്മാണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള കല്ലുകൾ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ് ആ നിർമ്മാണത്തിൽ പങ്കാളിയായത്. കല്ല് ഏറ്റുവാങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ
ഇങ്ങനെ ചൊല്ലി ചില നിവേദനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിർ. അല്ലാഹുവേ, ആഖിറത്തിലെ ഖൈറല്ലാത്ത യാതൊരു ഖൈറുമില്ല, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. ആ ഖൈർ, പരലോകത്തെ നന്മ, ഉത്തമമായ കൂലി, പ്രതിഫലം, സ്വർഗം, അതാണ് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞെടുത്ത് ഖൈർ എന്നത് ചിലർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സ്വയം സന്നദ്ധനായിട്ട് നന്മ ചെയ്യുന്നവൻ അതവന് ഖൈറാകുന്നു, ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തെ ഖൈറാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ അൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ നോമ്പെടുക്കുകയായാൽ വ അൻ തസൂമു, അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അൻ തസൂമു എന്ന് പറഞ്ഞാൽ സൗമുക്കും എന്ന അർത്ഥത്തിൽ അന്നും സൗമും. അപ്പോൾ ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞാൽ വല്ലവരും ഖൈറായ തതവ്വു, മറ്റുള്ളവരുടെ നിർബന്ധമോ സ്വാധീനമോ ഇല്ലാതെ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ തൽപരനായി പ്രവർത്തിക്കുകയായാൽ അതാകുന്നു അവന് ഏറ്റവും ഉത്തമമായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഖൈറൻ എന്നതിന് ഖൈറിന് വേണ്ടി സ്വയം സന്നദ്ധനായി പ്രവർത്തിക്കുകയായാൽ അതാണ് അവന് ഉത്തമം എന്നും തഫ്സീർ ചെയ്തവരുണ്ട്. ഏകദേശം ഉദ്ദേശം ഒക്കെ ഒരുപോലെയാണ്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ അൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വ അൻ തസൂമു, നിങ്ങൾ നോമ്പെടുക്കൽ ആകുന്നു. അൻ തസൂമു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നും ക്രിയയും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ മാനയിൽ അഥവാ സൗമുക്കും, നിങ്ങളുടെ നോമ്പാകുന്നു, ഖൈറുൻ ഏറ്റവും ഉത്തമമായത്, ലക്കും നിങ്ങൾക്ക്, ഏതിനേക്കാൾ? അപ്പം മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകി നോമ്പ് ഒഴിവാക്കുക എന്നുള്ള ഇളവ് ആദ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ നോമ്പെടുക്കലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഇവിടെ ഇൻ കുൻതും തഅലമൂൻ എന്നുള്ളത് ഷർത്തിയയാണ്, ജുംല ഷർത്തിയ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്ന്. എങ്കിൽ എന്താ അറിയുന്നവരാണെങ്കിൽ? നോമ്പിൻ്റെ മഹത്വം അറിയുന്നവരാണെങ്കിൽ, നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നത് നിങ്ങൾക്ക് ബോധ്യവും അറിവുമുണ്ടെങ്കിൽ നോമ്പെടുക്കലാകുന്ന ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ ജവാബ് പറയപ്പെട്ടില്ല ഇൻകുൻതും തഅലമൂൻ എന്നതിൻ്റെ, കാരണം അതിവിടെ വ്യക്തമാണ്. നോമ്പിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ പുണ്യം എത്രയാണ്, അതിനുള്ള ധർമ്മം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലു അമലി ബിനി ആദമ ലഹു, എല്ലാ മനുഷ്യരുടെ പ്രവൃത്തിയും അവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, യുദാഅഫുൽ ഹസനത്തു അശ്റു അംസാലിഹ ഇലാ 700 ضعഫിൻ ഇലാ മാഷാ അല്ലാഹ്. ഒരു ഹസനത്ത് അതിന് 10 മടങ്ങാണ്, 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി വ അന അജ്സി ബി എന്നാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞ പുണ്യമാണ് നോമ്പ്. യദഉ തആമഹു വ ശറാബഹു വ ശഹ്വതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ, വികാരങ്ങൾ ഒരാൾ വിഗണിക്കുകയാണ്. തറക ശഹ്വതഹു വ തആമഹു വ ശറാബഹു ഇബ്തിഗാഅ മർദാതി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് അന്നപാനീയങ്ങളും വികാരവും വെടിയുന്നവനാണ്. അള്ളാഹു സൗമിനെ ഏറ്റെടുത്തു, എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ്. പക്ഷേ ഇവിടെ ഇമാം നബവി പറഞ്ഞതുപോലെ ലിഅന്നൽ കരീം ഇദാ അഖ്ബറ ബി അന്നഹു യതവല്ല ബി നഫ്സിഹിൽ ജസാ, അത്യുദാരൻ പ്രതിഫലം ഞാൻ നൽകുമെന്നത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇഖ്തദഅ ഇളമ ഖദറിൽ ജസാ വസഅത്തിൽ അതാ, പ്രതിഫലത്തിൻ്റെ മഹാത്മ്യം, ഔദാര്യത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അത്രമേൽ പുണ്യമാണ് നോമ്പ്. അത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ
അബൂ ഉമാമ അൽ ബാഹിലി തീരെ സവിധത്തിൽ വന്നിട്ട് ഒരു കർമ്മം എന്നോട് കൽപ്പിച്ചാലും അതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പെടുത്തോ അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. ലാ ഇദില ലഹു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയുടെ വീട്ടിൽ അദ്ദേഹമാകട്ടെ ഭാര്യയാകട്ടെ വീട്ടിലെ ജോലിക്കാരനാകട്ടെ അവർ നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പകലിൽ ആ വീട്ടിൽ നിന്നൊരു പുക ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഇന്ന് അവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോമ്പെടുക്കാൻ കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കാരണം നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അസ്സൗമു ജുന്നത്തു മിനന്നാർ, നരകത്തീയിൽ നിന്നുള്ള പരിചയമാണ്, നരകത്തീനെ ചെറുക്കാൻ പരിചയമാണ് നോമ്പ്. ഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്കുള്ള ഉറച്ച കോട്ടയാണ് നോമ്പ് എന്നൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം അതാണ് ഇവിടെ ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അതിൻ്റെ ധർമ്മവും ഒക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ്. അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഫിദിയ നൽകുന്നതിനേക്കാൾ. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്തത് റമദാൻ മാസം, അതിൽ നോമ്പ്, അതിലെ മറ്റു കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന വചനം 185 വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.